ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. OTT പ്ലാറ്റ്ഫോമുകളുടെ ജനപ്രീതിയിൽ ജിയോ ഹോട്ട്സ്റ്റാറിന് വൻ കുതിപ്പ്. OTT ഭീമനായ നെറ്റ്ഫ്ലിക്സിനൊപ്പം എത്തുന്ന നിലയിലേക്കാണ് ജിയോ ഹോട്ട്സ്റ്റാറിന്റെ വളർച്ച. കണക്കുകൾ പ്രകാരം 31.63 കോടി സബ്സ്ക്രൈബേഴ്സാണ് നെറ്റ്ഫ്ലിക്സിനുള്ളത്. ജിയോ ഹോട്ട്സ്റ്റാറിന്റെ സബ്സ്ക്രിപ്ഷൻ 30 കോടി പിന്നിട്ടു. റിലയൻസ് നയിക്കുന്ന ജിയോ സിനിമയും ഡിസ്നി ഹോട്ട്സ്റ്റാറും ലയിച്ചതോടെയാണ് കണക്കുകളിൽ വലിയ മുന്നേറ്റം നടത്താൻ ഹോട്ട്സ്റ്റാറിനായത്. IPL 2025 സീസൺ ലൈവ് സ്ട്രീമിംഗ് നടത്തിയ സമയത്ത് ജിയോ ഹോട്ട്സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ വൻ ഉയർച്ച നേടിയെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലെ കണക്കുകൾ പ്രകാരം ജിയോ ഹോട്ട്സ്റ്റാറിന് 5 കോടി വരിക്കാരാണ് ഉണ്ടായിരുന്നത്. എന്നാൽ സീസൺ പൂർത്തിയാകുമ്പോൾ ഇത് 30 കോടിയിൽ എത്തി നിൽക്കുകയാണ്. അതേസമയം നെറ്റ്ഫ്ലിക്സിന്റെ ഉപഭോക്താക്കളുടെ എണ്ണത്തിലും വർധനയുണ്ടായി. 2024 ഡിസംബർ അവസാനത്തോടെ 190 രാജ്യങ്ങളിലായി നെറ്റ്ഫ്ലിക്സിന് 30.16 കോടി വരിക്കാർ എന്ന നിലയിലേക്ക് എത്തിയിരുന്നു. 2024 ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ 18 ദശലക്ഷത്തിലധികം പേരാണ് പുതുതായി നെറ്റ്ഫ്ലിക്സിൽ ചേർന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഫേസ്ബുക്ക് മെസഞ്ചർ സേവനങ്ങളുടെ അധിക സുരക്ഷയ്ക്കായി പാസ്കി സംവിധാനം അവതരിപ്പിച്ച് മെറ്റ. വരും മാസങ്ങളിൽ അവതരിപ്പിക്കുന്ന സുരക്ഷാ അപ്ഡേറ്റുകളിൽ ഒന്നിൽ ഈ ഫീച്ചർ ഉൾപ്പെടുമെന്ന് കമ്പനി. പാസ്വേഡ് ഇല്ലാതെ സുരക്ഷിതമായി ലോഗിൻ ചെയ്യാൻ ഉപഭോക്താക്കളെ സഹായിക്കുന്ന ഡിജിറ്റൽ വെരിഫിക്കേഷൻ സംവിധാനമാണ് പാസ്കി. ഫിംഗർ പ്രിന്റ്, ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ ഉൾപ്പെടെയുള്ള ബയോമെട്രിക് ഉപയോഗിച്ചാണ് ഇതിൽ ഉപഭോക്താവിനെ സ്ഥിരീകരിക്കുക. ലോഗിൻ വിവരങ്ങൾ കൈക്കലാക്കിയുള്ള ആക്രമണങ്ങളെ തടയാൻ ഈ സംവിധാനത്തിലൂടെ സാധിക്കുമെന്നും മെറ്റ വ്യക്തമാക്കുന്നു. പാസ്വേഡുകളെ അപേക്ഷിച്ച് പാസ്കീകൾ കണ്ടെത്താനോ ഹാക്ക് ചെയ്യാനോ വളരെ ബുദ്ധിമുട്ടാണ്. മെറ്റയ്ക്ക് പോലും അത് ആക്സസ് ചെയ്യാൻ സാധിക്കില്ലെന്നാണ് പുതിയ വിവരം. പാസ്കീകൾ വീണ്ടും ഉപയോഗിക്കാനോ ഫിഷ് ചെയ്യാനോ കഴിയില്ല. ഓരോ പാസ്കീയും പ്രസ്തുത ഉപകരണത്തിനും അക്കൗണ്ടിനും വ്യത്യസ്തമാണ്. അതിനാൽ പകർത്താൻ ശ്രമിച്ചാലും മറ്റെവിടെയും പാസ്കീകൾ പ്രവർത്തിക്കില്ല. ലോഗിൻ ചെയ്യാനുള്ള സുരക്ഷിതവും സ്വകാര്യവുമായ മാർഗമാണ് പാസ്കീകൾ എന്നാണ് മെറ്റ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിലെ ഏറ്റവും ബാറ്ററി ശേഷിയുള്ള സ്മാർട്ട് ഫോൺ പോക്കോ F7 ഇന്ത്യൻ വിപണിയിലേക്ക്. മികച്ച പെർഫോമൻസിനൊപ്പം കിടിലൻ ഫീച്ചറുകളുമായാണ് ഫോൺ വിപണിയിലേക്ക് എത്തുന്നത്. 29,999 രൂപ മുതലാണ് വില. മികച്ച ചിപ്സെറ്റും കരുത്തുറ്റ ബാറ്ററിയുമായി പുതുതലമുറയെ ലക്ഷ്യമിട്ട് പോക്കോ F സീരീസിലെ പുതിയ ഫോൺ എത്തുന്നു. 7550 mAh ബാറ്ററിയും സ്നാപ്ഡ്രാഗൺ 8S Gen 4 ചിപ്സെറ്റുമായി പോക്കോ F7 ആണ് ജൂലൈ 1 പ്രീമിയം ഫീലിനൊപ്പം മികച്ച പെർഫോമൻസും നൽകുന്നതാണ് F7. ഏറ്റവും ശേഷിയുള്ള ബാറ്ററി എന്ന വാഗ്ദാനവുമായാണ് പോക്കോ F7 എത്തുന്നത്. ഇതിനൊപ്പം 90 വാട്ട് ടർബോ ചാർജറും 22.5 വാട്ട് റിവേഴ്സ് ചാർജിങ്ങുമുണ്ട്. ഫോൺ ഉപയോഗിച്ച് മറ്റ് ഡിവൈസുകൾ ചാർജ് ചെയ്യുന്നതിനുള്ള സംവിധാനമാണ് റിവേഴ്സ് ചാർജിംഗ്. 12GB + 256GB വേരിയന്റിന് 29,999 രൂപയും 12GB + 512GB വേരിയന്റിന് 31,999 രൂപയുമാണ് വില. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ശുഭാംശു ശുക്ലയും സംഘവും ബഹിരാകാശ നിലയത്തിലെത്തി. ആക്സിയം 4 ദൗത്യത്തിന്റെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കി. 5 meters. ഒടുവിൽ തടസ്സങ്ങൾ മാറി ശുഭാംശു ശുക്ലയും 4 അംഗ സംഘവും ലക്ഷ്യത്തിലെത്തി. വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിയോടെയാണ് ഡ്രാഗൺ പേടകം ഡോക്ക് ചെയ്തത്. 14 ദിവസം നീളുന്നതായിരിക്കും ദൗത്യം. ബുധനാഴ്ച ഫ്ലോറിഡയിലെ നാസയുടെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12-നായിരുന്നു ആക്സിയം 4 വിക്ഷേപിച്ചത്. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിലാണ് വിക്ഷേപണം നടത്തിയത്. 4 രാജ്യങ്ങൾ കൈകോർത്ത സ്വകാര്യ മേഖലയിലെ ബഹിരാകാശ ദൗത്യമാണ് ആക്സിയം 4. അമേരിക്ക, ഇന്ത്യ, പോളണ്ട്, ഹംഗറി എന്നീ രാജ്യങ്ങളാണ് ദൗത്യത്തിന്റെ ഭാഗമായത്. നാസയുടെ മുതിർന്ന ബഹിരാകാശ സഞ്ചാരി പെഗ്ഗി വിറ്റ്സൺ, ഹംഗറി സ്വദേശി ഡിബോർ കാപ്പു, പോളണ്ടിൽ നിന്നുള്ള സ്ലാവോസ് ഉസ്നാൻസ്കി എന്നിവരാണ് മറ്റ് അംഗങ്ങൾ. ആക്സിയം 4 ദൗത്യസംഘം ബഹിരാകാശ നിലയത്തിൽ 60ഓളം പരീക്ഷണങ്ങൾ നടത്തും. മൈക്രോഗ്രാവിറ്റി ഗവേഷണവുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ 7 പരീക്ഷണങ്ങൾ ശുഭാംശു ശുക്ല നടത്തും. 2035ഓടെ സ്വന്തമായി ബഹിരാകാശ നിലയവും ചന്ദ്രനിലേക്ക് ബഹിരാകാശ യാത്രികരെ അയക്കാനുള്ള ഇന്ത്യയുടെ സ്വപ്നത്തിന് ആക്സസ് 4 ദൗത്യം നിർണായക പങ്കുവഹിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പഴമയിലേക്ക് ഒരു തിരിച്ചുപോക്കുമായി ഫെയർ ഫോൺ. ബാറ്ററി മാറ്റാവുന്ന സ്മാർട്ട് ഫോണാണ് ഡച്ച് കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത്. ഫെയർ ഫോൺ 6 മോഡലിലാണ് ഉപഭോക്താക്കൾക്ക് ബാറ്ററി മാറ്റാനുള്ള അവസരമുള്ളത്.
തിരഞ്ഞെടുക്കപ്പെട്ട ഗ്ലോബൽ മാർക്കറ്റുകളിൽ ഫോൺ അവതരിപ്പിച്ചു. 4415 mAh ബാറ്ററിയും 6.3 ഇഞ്ച് OLED ഡിസ്പ്ലേയുമാണ് ഫോണിന്റെ മറ്റ് സവിശേഷതകൾ. സ്നാപ്ഡ്രാഗൺ 7S Gen 3 പ്രോസസറിലാണ് ഫോണിന്റെ പ്രവർത്തനം. ആൻഡ്രോയിഡ് 15 ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. 8 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ലഭിക്കും. റീസൈക്കിൾഡ് പദാർത്ഥങ്ങൾ കൊണ്ടാണ് ഫോൺ നിർമ്മിച്ചിരിക്കുന്നതെന്ന് കമ്പനി അവകാശപ്പെടുന്നു. ബാക്ക് പാനലിൽ ഘടിപ്പിക്കാവുന്ന കാർഡ് ഹോൾഡർ, ഫിംഗർ ലൂപ്പ്, ലൈന്യാർഡ് തുടങ്ങി വിവിധ ആക്സസറീസും ഈ ഫോണിനൊപ്പം ലഭിക്കും. UK-യിൽ 599 യൂറോയാണ് ഫോണിന്റെ വില. ഇന്ത്യൻ കറൻസിയിൽ ഏകദേശം 59,000 രൂപ. ക്ലൗഡ് വൈറ്റ്, ഫോറസ്റ്റ് ഗ്രീൻ, ഹൊറൈസൺ ബ്ലാക്ക് നിറങ്ങളിൽ ഫോൺ ലഭിക്കും. വ്യക്തിഗത സുരക്ഷ വാഗ്ദാനം ചെയ്യുന്ന മോഡലാണിത്. മോഡലിന്റെ ഡീഗൂഗിൾഡ് വെർഷന് 65,000 രൂപയാണ് വില. 8GB RAM പ്ലസ് 256GB മെമ്മറി വേരിയന്റാണ് ഫോണിലുള്ളത്. മൈക്രോ SD കാർഡ് ഉപയോഗിച്ച് ഫോണിലെ മെമ്മറി 2 TB വരെ വർദ്ധിപ്പിക്കാം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.